നമസ്തേ ഛാത്രോ. 10ാം ക്ലാസ്സിലെ ഹിന്ദി ചാപ്റ്ററായ ഠാക്കൂർ കാ കുവാം എന്ന പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഠാക്കൂർ കാ കുവാം എന്നാൽ ഠാക്കൂറിൻ്റെ കിണർ. ഇതെഴുതിയത് പ്രേംചന്ദാണ്. അദ്ദേഹം ഹിന്ദിയിലെ കഹാനി സമ്രാട്ട് എന്നറിയപ്പെടുന്നു. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ജോക്കുവിനെ ലോട്ട മൂസെ ലഗായ തോ പാനി മീം സഖ്ത് ബദ്ബു ആയി. ജോക്കു എന്ന ക്യാരക്ടർ അദ്ദേഹം ലോട്ട മൊന്ത വായോട് ചേർത്ത് വെള്ളം കുടിക്കാനായിട്ട് കൊണ്ടു ചെന്നപ്പോൾ അതിൽ ശക്തമായ ബദ്ബു നാറ്റമുണ്ടായിരുന്നു. ഗംഗീസെ ബോല എ കൈസ പാനി ഹെ. സ്വന്തം ഭാര്യയായ ഗംഗിയോട് പറഞ്ഞു, ഇതെന്തൊരു ജലമാണ്, മാരെ ബാസ്കെ പിയാനയും ജാത്ത, ഇത് കുടിക്കാനേ കഴിയുന്നില്ല. ഗല സൂഖാ ജാറായ അവർ തൂ സടാ പാനി പിലായ ദേത്തിയേ. തൊണ്ട വരളുകയാണ്, നീ മലിനമായ ജലമാണോ എനിക്ക് കുടിക്കാൻ കൊണ്ട് തന്നിരിക്കുന്നത്. ഗംഗി പ്രതിദിൻ ശാം പാനി ഫർ ലിയ ജായ കർത്തി ഥി. ഗംഗി എല്ലാ ദിവസവും വൈകുന്നേരമാണ് വെള്ളം നിറയ്ക്കാൻ പോകുന്നത്. കുവാം ദൂർ ധ. കിണർ വളരെ അകലെയായിരുന്നു. ബാർ ബാർ ജാന മുഷ്കിൽ ധ. ഇടയ്ക്കിടെ പോവുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. കൽവ പാനിയിലായി തോസ്മേം ബു ബിൽക്കുൽ നദി. ഇന്നലെ അവൾ കൊണ്ടുവന്ന വെള്ളത്തിൽ അല്പം പോലും നാറ്റമുണ്ടായിരുന്നില്ല. ആജ് പാനി മേം ബദ്ബു കൈസി. ഇന്ന് പിന്നെ എങ്ങനെയാണ് അതിൽ വെള്ളത്തിൽ നാറ്റം വന്നത്. ലോട്ട നാക്ക് സെ ലഗായ തോ സച്ച് മുച്ച് ബദ്ബു ധി. ആ മൊന്ത മൂക്കിനോട് അടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ശക്തമായ നാറ്റം അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ജറൂർ കൊയ് ജാൻവർ കുയേമേ ഗിർക്കർ മർ ഗയാ ഹോഗ. ഉറപ്പായും ഏതോ മൃഗം ആ കിണറ്റിൽ വല്ലതും വീണ് മരിച്ചിട്ടുണ്ടാകാം. മഗർ ദൂസര പാനി ആവേ കഹാസെ. പക്ഷേ മറ്റെവിടുന്നാണ് ഇപ്പോൾ വെള്ളം കൊണ്ടൊന്ന് കുടിക്കാൻ കഴിയുക. ഠാക്കൂർ കെ കുയേം പർ കോൺ ചടനെ ദേഗ. ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് ആരാ കോരാൻ അനുവദിക്കുക. ദൂർ സെ ലോഗ് ഡാണ്ട് ബതായെങ്കിൽ. നമ്മൾ വെള്ളം കോരാൻ ചെന്നാൽ വളരെ ദൂരെ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്. സാഹു കാ കുവാം ഗാവ് കെ ഉസിരെ പർ ഹെ. സാഹുവിൻ്റെ കിണറാണെങ്കിൽ ഗ്രാമത്തിൻ്റെ മറ്റേ തലയ്ക്കലാണ്. പരന്തു വഹാം ഫി കോൻ പാനി പറഞ്ഞേ ദേഗ. അവിടെയും ആരാണ് നമ്മളെ വെള്ളം കോരാൻ അനുവദിക്കുക. കൊയ് തീസര കുവാം ഗാവ് മേ ഹേ നഹീം. ഈ ഗ്രാമത്തിൽ മൂന്നാമതൊരു കിണറാണെങ്കിൽ ഇല്ലതാനും. ജോക്കു കൈ ദിൻസെ ബീമാർ ഹെ. ജോക്കു ഒരുപാട് ദിവസങ്ങളായിട്ട് സുഖമില്ലാതെ കിടപ്പിലാണ്. കുച്ച് ദേർ തക് തോ പ്യാസ് റോക്കെ ചുപ് പടാ രഹ. കുറേ നേരം ദാഹം അടക്കി പിടിച്ച് മിണ്ടാതെയൊക്കെ ഇരുന്ന് നോക്കി. ഫിർ ബോല. എന്നിട്ട് പറഞ്ഞു, അബ് തോ മാരെ പ്യാസ് കെ രഹാ നഹി ജാത്ത. അവസാനം സഹിക്ക വയ്യാതെ തൻ്റെ ഭാര്യയായ ഗംഗയോട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിനി ദാഹം കാരണം ഇനി ജീവിച്ചിരിക്കാൻ സാധിക്കില്ല, അത്രമാത്രം എനിക്ക് ദാഹിക്കുന്നു. ലാ തോടാ പാനി നാക്ക് ബന്ദ് കർക്കെ പീലൂ. നീ കുറച്ച് വെള്ളം ഇങ്ങ് കൊണ്ടുവാ, ഞാൻ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടായാലും കുറച്ച് വെള്ളം കുടിക്കാം, എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ജോക്ക് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ഇത്രയും സെൻറ്റൻസിൽ പറയുന്ന മീനിങ്. അതായത് വെള്ളം ദാഹം കാരണം സുഖമില്ലാത്ത ഒരാൾ അവസാനം മോശമായ വെള്ളം കുടിക്കാൻ തയ്യാറാവുകയാണ്. ബാക്കി എന്താണെന്ന് നോക്കാം. ഗംഗീനെ പാനി നദിയ. എന്നാൽ ഭാര്യ ജലം കുടിക്കാൻ കൊടുത്തില്ല. ഖരാ പാനി സെ ബീമാർ ബഡ് ജായകി ഇത്തന ജാൻതി ഥി. മോശമായ അല്ലെങ്കിൽ മലിനജലം കുടിക്കുകയാണെങ്കിൽ അസുഖം വർദ്ധിക്കും എന്നുള്ള കാര്യം അവൾക്കറിയാമായിരുന്നു. പരന്തു യഹ് ന ജാൻതി ഥി കി പാനി കോ ഉബാൽ ദേനെ സെ ഉൻകി ഖരാബി ജാത്തി രഹത്തി. എന്നാൽ അവൾക്കാണെങ്കിൽ ഇതറിയില്ല, വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ചീത്ത സ്വഭാവം നശിക്കും, അത് നല്ല ജലമാവും എന്നുള്ളതിനെ കുറിച്ച് അവൾക്ക് അറിയില്ലായിരുന്നു. ബോലി യഹ് പാനി കൈസെ പിയോगे. ഈ വെള്ളം എങ്ങനെയാണ് കുടിക്കുക. ന ജാനെ കോൻ ജാൻവർ മരാഹെ. അറിയില്ല ഏത് മൃഗമാണ് ഇതിൽ വീണ് മരിച്ചതെന്ന്. കുയേസെ മയം ദൂസര പാനി ലായ ദേത്യഹു. ഞാൻ കിണറ്റിൽ നിന്ന് വേറെ വെള്ളം കൊണ്ട് കുടിക്കാനായിട്ട് തരാം. ജോക്കുനെ ആശ്ചര്യ സെ ഉസ്കി ഓർ ദേഖ. പാനി കഹാസെ ലായകി. ജോക്കു അതിശയപ്പെട്ടു അവളുടെ ഈ പറച്ചിൽ കേട്ടിട്ട്. നീ എവിടുന്ന വെള്ളം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ठाकुर और साहू के 2 कुएं तो है, क्या 1 लोटा पानी भरने देंगे न देंगे. സാഹുവിൻ്റെയും ഠാക്കൂറിൻ്റെയൊക്കെ കിണർ ഇവിടെ ഉണ്ടല്ലോ, എന്താ ഒരു മൊന്ത വെള്ളം നമ്മളെ എടുക്കാനായിട്ട് അനുവദിക്കുകയില്ലേ. ഹാത്ത് പാവ് തുടുവ ആയേഗി അവർ കുച്ചന ഹോക. നീ ചെല്ല്, നിൻ്റെ കൈയും കാലും അവർ അടിച്ചൊടിക്കും, അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ബൈഡ് ചുപ്കിയാസേ. നീ അവിടെയാണ് പോയി മിണ്ടാതിരിക്കുക. ब्राह्मण देवता आशीर्वाद देंगे, ठाकुर लाठी मारेंगे, साहू जी 1 के 5 लेंगे,
നീ എന്താ മനസ്സിലാക്കുന്നത്? ബ്രാഹ്മണർ അവർ ദൈവങ്ങളും അനുഗ്രഹവും ആശീർവാദം തരാൻ വേണ്ടിയിട്ടൊക്കെ അവർ ജീവിക്കുന്നത്. ഠാക്കൂർ ആണെങ്കിലോ മറ്റുള്ളവരെ അടിക്കുക ഓടിക്കുക അതൊക്കെയാണ് അവരുടെ ആഗ്രഹവും ലക്ഷ്യവും. സാഹു ആണെങ്കിലോ അവർക്ക് ബിസിനസ് മൈൻഡ്, ഒന്നിനെ എങ്ങനെ അഞ്ചാക്കാം എന്നാണ് അവരുടെ ലക്ഷ്യം. ഗരീബോം കാ ദർദ് കോൻ സമജ്താഹി, ഇവിടെ പാവപ്പെട്ടവരുടെ വേദന ആരാ മനസ്സിലാക്കുക? ഹം തോ മർ ഭി ജാത്തെ ഹെ തോ കോയി ദ്വാർ പർ ചാങ്കനി നഹീ ആത്ത. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മരിക്കാൻ പോലും ഞാൻ ഒരുക്കവാ, നമ്മളെപ്പോലുള്ളവർ ഒരുക്കവാ, എന്നാലും മറ്റുള്ളവരുടെ വാതിൽക്കൽ പോയി എത്തി നോക്കാൻ നമുക്ക് കഴിയില്ല. കന്താ ദേനാത്തോ ബഡി ബാത് ഹേ, അത് മറ്റുള്ളവരുടെ മുന്നിൽ ശിരസ് കുനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. അത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്നതല്ല. ഏസേ ലോ കുയേസേ പാനി ഫർണേ ദേങ്കെ, ഇത്തരക്കാരായ ആൾക്കാർ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതായത് അവർക്കെല്ലാം അവരവരുടെ ഓരോരുത്തരുടെ ലക്ഷ്യങ്ങളാണ്. പൈസ ഉണ്ടാക്കുക, ഓരോരുത്തരുടെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ആശീർവാദം നൽകുക, ഇങ്ങനെയുള്ള ഓരോ പ്രൊഫഷനിൽ മുഴുകിയിരിക്കുന്ന അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇൻ ശബ്ദോമേം കടുവ സത്യഥ, ഈ പറയുന്ന വാക്കുകളിൽ കൈപ്പേറിയ സത്യം ഉണ്ടായിരുന്നു. ഗംഗി ക്യാ ജവാബ് ദേത്തി കിന്തു ഉസ്നെ വ ബദ്ബുദാർ പാനി പീനെ കോ ന ദിയ. ഈ പറയുന്ന ജോഖുവിൻ്റെ വാക്കുകളിൽ ശരിക്കും അത് സത്യമാണ് ആ പറയുന്നത്. ഗംഗി ക്യാ ജവാബ് ദേത്തി, ഗംഗി അതിനെന്ത് മറുപടി പറയാനാ? കിന്തു ഉസ്നെ വ ബദ്ബുദാർ പാനി പീനെ കോ ന ദിയ, എന്ത് പറയാൻ സാധിച്ചാലും ഇല്ലെങ്കിലും അവൾ ആ നാറ്റം വെച്ച വെള്ളം സ്വന്തം ഭർത്താവിന് കുടിക്കാൻ കൊടുത്തില്ല. രാത് കെ 9 ബജേ ഥേ, രാത്രി 9 മണിയായി. थके मांदे मजदूर तो सो चुके थे. ठाकुर के दरवाजे पर 10-5 बेफिक्रे जमा थे. അപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞു. ക്ഷീണിച്ചവശരായ കർഷകരൊക്കെ ഉറങ്ങാൻ പോയി. ഠാക്കൂറിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ 3-4 വേറൊരു പണിയില്ലാത്ത കുറേ ആൾക്കാർ മാത്രം ഒത്തുകൂടി നിൽപ്പുണ്ട്. മൈതാനി ബഹാദൂരി കാത്തോ അബ് ന ജമാന രഹ ന മൗക, ഇപ്പോൾ പാവപ്പെട്ടവർക്കൊന്നും യാതൊരു അവസരവും ഇല്ലാത്ത കാലമാണല്ലോ. കാനൂനി ബഹാദുരിക്ക് ബാത്തോം ഹോ രഹി थी. कितनी होशियारी से ठाकुर ने दानेदार को एक खास मुकदमे में रिश्वत दी और साफ निकल आए. ഇത് നിയമം സത്യസന്ധർക്ക് വേണ്ടിയിട്ടുള്ള നിയമം നിർമ്മിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ നിയമം ഒന്നും പാവപ്പെട്ടവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എല്ലാം അവരുടെ ഇതിനനുസരിച്ച് മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഠാക്കൂർ ചെയ്ത ഒരു കാര്യം തന്നെ നമുക്കതിന് ഉദാഹരണമാണ്. പോലീസുകാർക്കൊക്കെ കൈക്കൂലി എടുക്കുക, എന്നിട്ട് വളരെ ക്ലീനായിട്ട് ഇറങ്ങി വരിക, ഇതൊക്കെയാണ് ഠാക്കൂറിൻ്റെ. അത് പണമുള്ളവരെ കൊണ്ട് എന്ത് സാധിക്കുമല്ലോ. കിത്തനി അക്കൽമന്തി സെ ഏക് മാർക്കേക്ക് മുക്കദമേക്ക് നക്കൽ ലേ ആയേ. മറ്റൊരു പ്രമാദമായിട്ട് മറ്റൊരു കേസുണ്ട്. അതിൽ വളരെ ബുദ്ധിപൂർവമായിട്ട് അതിന് കോപ്പിയൊന്നും എടുക്കാൻ സാധിക്കില്ലെന്നാണ് ഓരോരുത്തരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഠാക്കൂർ വളരെ ബുദ്ധിപൂർവം കൈക്കൂലിയൊക്കെ കൊടുത്ത് അതിൻ്റെ കോപ്പിയൊക്കെ എടുപ്പിച്ചു. എന്നിട്ട് ആ സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ഠാക്കൂറിനെ കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. പിന്നെയോ നാസിർ അവർ മുഹദ്മീം സഭി കത്തെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു. മറ്റുള്ള ആൾക്കാരെല്ലാം നിശ്ചിന്തരായിട്ടുള്ള ക്ഷീണിച്ചവസരായ എല്ലാ ആൾക്കാരും പോയി ഉറക്കമായി. ആ സമയത്ത് വെള്ളമെടുക്കാനായിട്ട് നമ്മുടെ ഗംഗി ഠാക്കൂറിൻ്റെ കിണറ്റിന് കരയിലേക്ക് വരുന്ന അവസരമാണ് പറയുന്നത്. ആ സമയത്ത് മറ്റാരും അവിടെ ഠാക്കൂറിൻ്റെ വീടിൻ്റെ പരിസരത്തില്ല. കുറച്ച് അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് വീടിൻ്റെ മുറ്റത്ത് തടിച്ചുകൂടി നിൽപ്പുള്ളത്. അപ്പോൾ ഇവർക്ക് യാതൊരു ചാൻസും ഇല്ലാത്തൊരവസ്ഥയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നക്കൽ നെഹി മിൽ സക്തി, കോയി 50 മാങ്താ കോയി 100. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ ഇത് പലരും ഇതിൻ്റെ നക്കലെടുക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. ചിലർ 50 or 100 ഒക്കെ ആവശ്യപ്പെടുക, കൈക്കൂലിയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. യഹാം ബേ പൈസയെ കൗടി നക്കൽ ഉടാതി. ഇവിടെ നമ്മുടെ ഠാക്കൂർ ആണെങ്കിലും ഒരു പൈസയും കൊടുക്കാതെ തന്നെ നക്കലെടുപ്പിക്കാൻ സാധിച്ചു. കാം കർണേക്ക ഡങ് ചാഹിയെ, ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു രീതിയാണ്, അതാണ് അറിയേണ്ടത്. ഇസി സമയം ഗംഗി കുയേസെ പാനി ലാനെ പഹുഞ്ച. ആ സമയത്ത് ഗംഗി അവിടെ നിന്ന് വെള്ളം എടുക്കാനായിട്ട് അവിടെ എത്തി.
കുപ്പി കി ധുന്ദലി റോസ്നി കുയേം പർ ആ രഹി ഥി. അതായത് മണ്ണെണ്ണ വിളക്കിൻ്റെ മങ്ങിയ പ്രകാശം കിണറ്റിൻകരയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഗംഗി ജഗത്ത് കി ആടമേം ബൈഡി മൗക്കെ കാ ഇന്തിസാർ കർനെ ലഗി. ഗംഗി ആ കിണറ്റിൻ്റെ പരിസരത്ത് ഇങ്ങനെ പതുങ്ങിയിരുന്ന് അവസരം കാത്തുനിന്നു. इस कुएं का पानी सारा गाँव पीता है, इसके लिए रोक नहीं, सिर्फ ബദ്നഫ്സി നെയ് ഫർ സക്തെ. ഈ ഗ്രാമവാസികളെല്ലാം ഈ കിണറ്റിലെ വെള്ളം തന്നെയാണ് കുടിക്കുന്നത്. പാവം ഇവർക്ക് മാത്രമാണ് അവിടെ നിന്ന് കുടിക്കാനായിട്ട് അനുവാദം ഇല്ലാത്തത്. ഗംഗി കാ വിദ്രോഹി ദിൽ റിവാസി പാബന്തി ഓർ മസ്ബൂരിയോം പർ ചോടയും കർണേലക. ഗംഗയുടെ മനസ്സ് വളരെയധികം വിഷമിക്കാൻ തുടങ്ങി. ഹം ക്യോം നീച്ച് ഹെയും और ये लोग क्यों चाहे, इसलिए कि ये लोग गले में ताग डाल लेते हैं. यहाँ तो जितने हैं जिनके एक के झंडे हैं, चोरी ये करें, जाल फरेब ये करें, छोटे मुकदमे ये करें, सभी इस ठाकुर ने तो उस दिन बेचारे गडरिए की फेड़ छुड़ा ली और बाद में मारकर खा गया. इन्हीं पंडितों के घर में 12 माह जुआ होता है. यही साहू जी तो घी में तेल मिलाकर बेचते हैं, काम करा लेते हैं, मजूरी देने नानी पड़ती है. किस किस बात में हम उनसे हम गली गली चिल्लाते नहीं कि हम ऊंचे हैं, हम ऊंचे हैं. कभी गाँव में आ जाती हूँ तो रसभरी आंखों से देखने. അതായത് ഈ ഠാക്കൂർമാർ ഇവർ ഭയങ്കര ഉയർന്ന വർഗത്തിൽപ്പെട്ടവരെന്നാണ് പറയുന്നത്. ഇവർ തന്നെയാണ് കള്ളത്തരവും ചതികളും ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഗ്രാമത്തിലേക്ക് വരുന്നിട്ട് അവിടുത്തെ സ്ത്രീകളെയൊക്കെ മോശമായ രീതിയിൽ നോക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. കുയേം പർ കിസി കെ ആനെ മേ ആഹട്ട് ഹുയി. ഗംഗിക്ക് ഛാത്തി തക് തക് കർനെ ലഗി. കിണറ്റിൻകരയിലേക്ക് ആരുടെയോ ആളനക്കം കേട്ടു. ഗംഗയുടെ ഹൃദയമിടിക്കാൻ തുടങ്ങി. കഹീൻ ദേഖ് തോ ഗജബ് ഹോഗെ. ആരെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് എസ്കേപ്പ് ആകണം. ഏക് ലാത് ഭി തോ നീച്ചെ न पड़े. उसने खड़े और रस्सी उड़ा ली और छुपकर चलती हुई एक वृक्ष के अंधेरे साये में जा खड़ी हुई. ഇത് അവരടിക്കുകയാണെങ്കിൽ ഒരടി പോലും മിസ്സാവാതെ എല്ലാം എന്നുറപ്പിച്ച് പതുക്കെ തൊട്ടിയും കയറുമൊക്കെ എടുത്തുകൊണ്ട് കിണറ്റിൻകരയിലേക്ക് പോയി അതിൻ്റെ മറവിൽ പതുങ്ങിയിരുന്നു. കബീൻ ലോഗോं को दया आती है किसी पर, बेचारे महंगू को इतना सारा मारा कि മഹീനെ ലഹു ധൂക്തര. ഇവർക്കൊന്നും യാതൊരു ദയയില്ലാത്തവരാണ്. ആ പാവപ്പെട്ടവനെ എത്രമാത്രം അടിപിടിച്ചു വേറൊരു ചെറിയൊരു നിസ്സാരമായിട്ടുള്ള കാര്യത്തിന്. കുയേം पर स्त्रियाँ पानी भरने आई थी, इनमें बात हो रही थी. खाने खाने चले और हुक्म आया कि ताज़ा पानी भर लाओ. खड़े के लिए पैसे नहीं है. हम लोगों को आराम से बैठे देखकर जैसे मर्दों को जलन होती है. हम ये तो न हुआ कि कलसिया उड़ाकर फर लाते. बस हुक्म चला दिया कि ताज़ा पानी लाओ. जैसे हम लौंडियाँ ही तो है. അതായത് ആ കിണറ്റിൻകരയിലേക്ക് ഗംഗി കേട്ടത് മറ്റ് വെള്ളം കോരാൻ വന്ന സ്ത്രീകളുടെ കാലോച്ചയാണ്. അവർ വന്നിട്ട് പരസ്പരം ആ സ്ത്രീകൾ സംസാരിക്കുകയാണ്. നമ്മൾ ഒരല്പം വീട്ടിൽ വിശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ പുരുഷന്മാർക്ക് അവർക്ക് അപ്പോഴും തന്നെ കോരിയ ഫ്രഷായിട്ടുള്ള വെള്ളം വേണം. നമ്മൾ വെറും വേലക്കാരികളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ട് വെള്ളം കോരാനായിട്ട് വരികയാണ്. लौंडिया तो नहीं तो और क्या हुआ, तुम रोटी कपड़ा नहीं पाती, 10-5 रुपये फी छीन चपट कर ले जाती हो और लौंडियाँ कैसी होती है. അതായത് നിങ്ങൾ പിന്നെ വേലക്കാരല്ല, പിന്നെ ആരാ? നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നുണ്ട്, അതിന് കൂലി കിട്ടുന്നുണ്ട്. മാത്രമല്ല കൂടെ കൂടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് കാശ് മേടിച്ചു മാറ്റുന്നുണ്ടെന്നൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മത് ലജാओ दीदी, छिन फर आराम करने की जी तरस कर रह जाता है. इतना का किसी दूसरे के घर कर लेती, इतने काम किसी दूसरे के कर लेती है तो उसके कहीं आराम से रहते. ऊपर से यह एहसान मानता यहाँ काम करते करते मर जाओ, पर किसी के मुँह से सीधा नहीं. വീണ്ടും അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ എന്തുമാത്രം ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തിട്ടും ആരുടെയും വായിൽ നിന്നൊരു നല്ല വർത്തമാനം പോലും വരുന്നില്ലല്ലോ എന്നൊക്കെ ആ സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക. ദോനോം പാനി ഫർക്കർ ചലിയുക. ആ സ്ത്രീകൾ രണ്ടുപേരും വെള്ളം കോരിയിട്ട് അവിടെ നിന്ന് കടന്നുപോയി. തോ ഗംഗി വൃക്ഷയ്ക്ക് ഛായാ സേ നികലി और കുയേം കി ജഗത്ത് പർ ആയി, ജഗത്ത് കെ പാസ് ആയി. ആ കിണറ്റിൻ്റെ മറവിൽ നിന്ന്, ആ തണലിൽ നിന്ന് ഗംഗി കയറി വന്നു. എന്നിട്ട് കിണറ്റിൻ്റെ വെള്ളം കോരുന്ന സ്ഥലത്തേക്ക് വന്നു. ബേഫിക്രെ ചലേഗയെ. അപ്പോൾ നമ്മുടെ ഠാക്കൂറിൻ്റെ വീട്ടിൽ ഒരു പണിയില്ലാതെ കുറച്ച് പേര് നിന്നിരുന്ന അവരും പോയി. ഠാക്കൂർ കാ ദർവാസ ബന്ദ് കർ അന്തർ ആംഗൻ മേ സോനെ ജാനെ ചലേ थे. ഠാക്കൂറും കഥകൊക്കെ അടച്ചിട്ട് അകത്ത് ഉറങ്ങാനായിട്ട് പോയി. ഗംഗീനെ ക്ഷണിക്
സൂഖി സാസിലി. പെട്ടെന്ന് ഗംഗി വളരെ ഒരു സുഖകരമായിട്ടുള്ള ഒരു ഫീൽ ഗംഗയ്ക്ക് തോന്നി. അതായത് ഇപ്പം വെള്ളം എടുക്കാമെന്ന് കരുതി. കിസ് തര മൈതാൻ തോ സാഫ് ഹുവ. അങ്ങനെ കിസി തര മൈതാൻ തോ സാഫ് ഹുവ, എങ്ങനെയെങ്കിലോ ആ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായി. അമൃത് ചുരാ ലാനെ കെ ലിയെ ജോ രാജ്കുമാർ കിസി ജമാനെ മേ ഗയാ ഥാ. ഒരു അമൃത് മോട്ടിക്കാൻ ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു രാജകുമാരൻ പോയൊരു കഥ ഓർമ്മയില്ലേ? വഫി ഷായദ് കിസ്നി സാവധാനി സേ സാത്ത് ഔർ വ സമജ് ബുജ് കർ ന ഗയാ ഹോ. ആ പോയ രാജകുമാരന് പോലും ഇത്രയും ശ്രദ്ധ ഉണ്ടാവില്ല. അത്രത്തോളം ശ്രദ്ധയോടെ ഗംഗി കിണറ്റിൻകരയിലേക്ക് പോയി. ഗംഗി ദബേ പാവ് കുയേം കി ജഗത്ത് പർ പടി ചടി വിജയ് കാ ഏസാ അനുഭവ് സെ പഹലാന ഹുവ. അവൾ സക്സസ് ആയി എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിച്ചുകൊണ്ട് കിണറ്റിൻകരയിലേക്ക് കയറി. ഉസ്നെ രസി കാ ഫന്ത ഖടേമേ ഡാല. അവൾ ആ തൊട്ടിയിൽ എന്ത് ചെയ്തു, ആ കുടത്തിൽ കയറിട്ട് കെട്ടി. ദായം ബായം ചൗകനി ദൃഷ്ടി സെ ദേഖ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടതും വലതുമൊക്കെ നോക്കി. ജയ്സെ കോയി സിപാഹി രാത് കോ ശത്രു കെ കിലെ മേ സുരാ കർ റാ ഹൈ. ഒരു ശത്രു കൊട്ടാരത്തിൽ ഒളിഞ്ഞു കയറുന്നത് പോലെ. അഗർ ഇസ് തര ഇസ് സമയ പകഡ് ലി ഗയി തോ ഫിർ ഉസ്കെ ലിയെ മാഫി യാ റിയായത്ത് കി രത്തി ഫർ ഉമ്മീദ് നെഹി. ഇപ്പോൾ പിടിക്കപ്പെട്ട അവർക്ക് മാപ്പ് കിട്ടില്ല. അന്തമേ ദേവതാവും കോ യാദ് കർക്കെ ഉസ്നെ കലേജ മസ്ബൂത്ത് കിയ അവർ ഖടേ കുയെ മേ ഡാൽ ദിയ. അവൾ വളരെയധികം ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ കുടം കിണറ്റിനകത്തേക്ക് ഇത് ഇറക്കി. ഖടേ മേ പാനി മേ ഗോത്ത ലഗായ ബൗത്ത് ആഹിസ്ത. കുടത്തിലേക്ക് വെള്ളം പതുക്കെ പതുക്കെ കയറാൻ തുടങ്ങി. ജറാഫി ആവാസിനെ ഹുയി. അല്പം പോലും ശബ്ദം ഉണ്ടായില്ല. ഗംഗിനെ ദോ ചാർ ഹാത്ത് ജൽദി മാരെ. വളരെ പെട്ടെന്ന് ഗംഗി മുകളിലേക്ക് വലിച്ചു. ഖടാ കൊയേം കെ മുഹ് തക് ആ പഹുഞ്ച. കുടം വളരെ സാവധാനം അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. കോയി ബഡാ ഷഹ്സാർ പഹൽവാൻ ഫി ഇത്നി ജോരി തേസി സെ ഖീഞ്ച് നഹീ സക്ത. ഒരു ശക്തിശാലിയായിട്ടുള്ള ഒരു ഫയൽമാനെ കൊണ്ടുപോലും ഇത്രയും പെട്ടെന്ന് വെള്ളം വലിച്ച് മുകളിലേക്ക് കയറ്റാനായിട്ട് കഴിയില്ല. ഗംഗി ചുക്കി കി ഖടേ കോ പകഡ് കർ ജഗത്ത് പർ രഖേ ഏകായക് ഠാക്കൂർ സാഹബ് കാ ദർവാസ ഖുൽ ഗയ. ഗംഗി ആ വെള്ളം പിടിച്ച് മുകളിലേക്ക് വയ്ക്കാനായിട്ട് കിണറ്റിലേക്ക് നോക്കാനായിട്ട് പതുക്കെ കുനിഞ്ഞു. ആ സമയത്ത് അവൾ ഈ അപ്രതീക്ഷിതമായിട്ട്, അവൾ പ്രതീക്ഷിച്ചിരിക്കാതെ പെട്ടെന്ന് നമ്മുടെ ഠാക്കൂർ സാഹബ് കാ ദർവാസ ഖുൽ ഗയ. ഠാക്കൂറിൻ്റെ വാതിൽ തുറന്നു. അത് ശക്തിയായിട്ട് വെള്ളം വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്നു. വെള്ളം കോരി എടുക്കാനായിട്ട് എല്ലാം ഓക്കെ ആയി. അവൾ ആ വെള്ളം എടുത്ത് മുകളിലേക്ക് വെക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞതും ഠാക്കൂർ സാഹബിൻ്റെ ദർവാസ വാതിൽ, വീടിൻ്റെ വാതിൽ തുറന്നു. ഷേർ കാ മോഹ് ഇസ് സെ അധിക് ഭയാന ന ഹോഗ. സിംഹത്തിൻ്റെ വായിൽ അകപ്പെട്ടാലും ഇതിനേക്കാളും കൂടുതൽ അവൾക്ക് പേടി തോന്നില്ല. അതായത് ഒരു സിംഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ പോലും ഇത്രത്തോളം പേടി തോന്നില്ല. അത്രത്തോളം പേടി അവൾക്ക്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയി, എല്ലാം ക്ലിയറായി, വെള്ളം കോരിക്കൊണ്ട് പോകാമെന്ന് ഉറപ്പിച്ച് അവൾ റെഡിയായി നിന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നു. അവൾ ആകെ ഞെട്ടിപ്പോയി. എന്ത് ചെയ്തു? ഗംഗി കെ ഹാത്ത് സേ രസി ചൂട്ട് ഗയി. അവളുടെ കയ്യിൽ നിന്നും ആ കയറ് പിടിവിട്ടു. രസി കെ സാത്ത് ഖട ധടാം സേ പാനി മേ ഗിര. ആ കയറിനോടൊപ്പം ആ കുടവും വളരെ ശക്തിയോടെ നല്ല ഒച്ചയോടെ പാനി മേ ഗിര നേരെ കിണറ്റിൽ വെള്ളത്തിലേക്ക് ചെന്ന് വീണു. അവർ കൈഷൻ തക് പാനി മേ ഹിൽക്കോരോ കി ആവാസ് സുനായി ദേത്തിരി. വളരെ നേരം കിണറ്റിൻ്റെ ഉള്ളിൽ വെള്ളം ഈ കുടം ചെന്ന് വീണതിൻ്റെ ഓളമടി അലയൊലികൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. വെള്ളം ചെന്ന് വീഴുന്നതിൻ്റെ ഒച്ച. ഠാക്കൂർ കോനെ കോനെ പുകാർത്തെ ഹുയെ കുയേം കി തരഫ് ആ രഹേ ഥേ. ആരാ അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഠാക്കൂർ എന്ത് ചെയ്തു? കിണറ്റിൻ്റെ കരയിലേക്ക് ഓടി വരാൻ തുടങ്ങി. അവർ ഗംഗി ജഗത്ത് സെ കൂത് കർ ഭാഗി ജാ രഹി ഥി. എന്നാൽ ഗംഗിയാണെങ്കിലോ കിണറ്റിൻ്റെ അവിടെ നിന്ന് എടുത്ത് ചാടി ഓടാനായിട്ട് തുടങ്ങി. ഇത് വളരെ വേഗം അവിടെ നിന്ന് പാഞ്ഞ് ജീവനും കൊണ്ട് രക്ഷപ്പെടാനായിട്ട് അവൾ ഓടി. ഘർ പഹൂഞ്ച് കർ ദേഖ കി ജോഖു ലോട്ടാ മോഹ് സെ ലഗായെ വഹി മൈല ഗന്ദ പാനി പി രഹാ ഹെ. വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ചയാണെങ്കിലോ തൻ്റെ ഭർത്താവായ ജോഖു നേരത്തെ താൻ കോരിക്കൊണ്ടുവച്ച ആ മലിനജലം, ദാഹം സഹിക്കവയ്യാതെ ആ മലിനജലം നിറഞ്ഞ ആ മൊന്ത വായോട് ചേർത്ത് അത് കുടിക്കുന്നതാണ്.
കണ്ടത്. വഹി മൈല ഗന്ധ പാനി പീരായ, അദ്ദേഹം ആ മുഷിഞ്ഞു നാറിയ ആ വെള്ളം അത് കുടിക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. ഇത്രയും റിസ്ക് എടുത്ത് തൻ്റെ ഭർത്താവിന് വേണ്ടി വെള്ളം എടുക്കാൻ പോയതാണ്, എന്നിട്ടത് സാധിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ ഭർത്താവ് ആ മലിനജലം കുടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്രയും പറഞ്ഞ് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ജാതി സമ്പ്രദായം കാരണം അവർക്ക് വെള്ളം കിട്ടാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ജാതി സമ്പ്രദായമാണ് ഇതിൽ പ്രതിപാദിക്കുന്ന ഇതിൻ്റെ തീമെന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്തുള്ള വാർത്താലാപം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വീട്ടിലിരുന്ന് ഇവർ തമ്മിൽ ഈ വെള്ളം കോരാൻ പോകുന്നതും ദാഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വാർത്താലാപ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ജാതി സമ്പ്രദായത്തെക്കുറിച്ച് ഒരു ലേഖ എഴുതാനായിട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതിനെക്കുറിച്ച് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്ത് പഠിക്കുക. ജാതി സമ്പ്രദായം എന്നുള്ള ഒരു തീം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് വേണം പഠിക്കാനായിട്ട്. അതിനെക്കുറിച്ച് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ എന്തായാലും മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ബാക്കി പാഠങ്ങളും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്.